ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 51-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇനി കാണേണ്ടത്. ഭഗവതിയുടെ കിരീടം മുതൽ 42-ാം ശ്ലോകം മുതൽ കിരീടം മുതൽ താഴോട്ട് ഭഗവതിയുടെ ഓരോ അവയവം എന്ന് പറഞ്ഞാൽ അംഗങ്ങളെയും പറ്റി വർണ്ണിക്കുന്നതാണ്. നമ്മൾ കണ്ണിൻ്റെ സൗന്ദര്യം വരെ വർണ്ണിച്ചു, കണ്ണിൻ്റെ പുരുകവും വർണ്ണിച്ചു. അനി ശിവേ ശൃംഗാരാർദ്ര തദിതരജനീ കുസ്നപരാ സരോഷാ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യോ ഭീതാ സരസിരുഹ സൗഭാഗ്യജനനീ സഖീഷു സ്മേരാതേ മയി ജനനി ദൃഷ്ടി സകരുണ. പദച്ഛേദം ചെയ്യാം. ശിവേ ശൃംഗാരാർദ്ര തദിതരജനേ കുസ്നപര സരോഷ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യഃ ഭീതാ സരസിരുഹ സൗഭാഗ്യജനനീ സഖീഷു സ്മേര തേ മയി ജനനി ദൃഷ്ടി സകരുണ. ഹേ ജനനി, അല്ലയോ ലോകമാതാവേ, തേ നിന്തിരുവടിയുടെ ദൃഷ്ടി, അതായത് നോട്ടം, ശിവേ പരമശിവനിൽ ശൃംഗാരാർദ്ര ശൃംഗാരരസം കൊണ്ടലിഞ്ഞതായും തദിതരജനെ അദ്ദേഹത്തെ ഒഴിച്ച് മറ്റുള്ളവരിൽ കുസ്നപര ഭീവത്സരസത്തോടു കൂടിയതും. ഭഗവാനോട് മാത്രമേ ഭഗവതി ശൃംഗാരം ഉള്ള ആ കണ്ണുകൾ ദൃഷ്ടി നോട്ടം നടത്തുകയുള്ളൂ. മറ്റുള്ളവരോടെല്ലാം ഭീവത്സരസത്തോടു കൂടിയതാണ് ഭഗവതിയുടെ ദൃഷ്ടി. മറ്റുള്ളവരോടെന്നല്ല, മറ്റ് അനാവശ്യമായിട്ടുള്ള ആൾക്കാരോട്, അത് ഭക്തന്മാരോട് അർത്ഥമില്ല. ഗംഗായാം ഗംഗാദേവിയിൽ സരോഷ രൗദ്രരസത്തോടു കൂടിയതും. ദേവിമാരെല്ലാം തമ്മിൽ അന്യോന്യം കുറച്ച് എല്ലാം നമ്മുടെ സ്ത്രീകളെല്ലാം പോലെ തന്നെ ഒരു കഥകളുണ്ട്. അങ്ങനെ ഗിരിശചരിതേ പരമശിവന്റെ ത്രിപുര സംഹാരാദി ചരിത്രത്തിൽ വിസ്മയവതി ആശ്ചര്യരസത്തോടു കൂടിയതും ഹരാഹിഭ്യഃ പരമശിവന്റെ അലങ്കാരഭൂതങ്ങളായ സർപ്പങ്ങളിൽ നിന്ന് ഭീത ഭയാനകരസത്തോടു കൂടിയതും. നമ്മൾക്ക് പരമശിവന്റെ കഴുത്തിലുള്ള സർപ്പത്തിനെയൊക്കെ കാണുമ്പോൾ, നമ്മൾ സാധാരണ സർപ്പത്തിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയം ഉണ്ടാവും. അതുകൊണ്ട് ഭീത ഭയാനകരസത്തോടു കൂടിയതും സരസിരുഹ സൗഭാഗ്യജനനി താമരപ്പൂവിൻ്റെ സൗഭാഗ്യത്തെ, വീരരസത്തെ അരുണവർണ്ണത്താൽ ജനിപ്പിക്കുന്നതും. സഖീഷു സഖികളിൽ സ്മേര ഹാസ്യരസത്തോടു കൂടിയവ. അതാ ഞാൻ പറഞ്ഞു, ഭക്തന്മാരിലും സഖികളിലൊക്കെ ഹാസ്യരസത്തോടു കൂടിയതും. മൈ എന്നിൽ, ഗ്രന്ഥകർത്താവായ ഭഗവത്പാദരിൽ സകരുണ കാരുണ്യത്തോട് കരുണാരസത്തോടു കൂടിയതുമായിട്ട് ഭവിക്കുന്നു എന്ന്. എന്തൊരു ആലങ്കാരികമായ ഭാഷയാണല്ലേ. ഹരിയോ. അല്ലയോ ലോകമാതാവേ, നിന്തിരുവടിയുടെ ദൃഷ്ടി പരമശിവങ്കൽ ശൃംഗാരരസത്തോടു കൂടിയതും അദ്ദേഹത്തിൽ നിന്ന് അന്യന്മാരിൽ ഭീവത്സരസത്തോടു കൂടിയതും ഗംഗാദേവിയിൽ രൗദ്രരസത്തോടു കൂടിയതും
പരമശിവന്റെ ത്രിപുരദഹനാദി ചരിത്രത്തിൽ അത്ഭുതരസത്തോടു കൂടിയതും പരമശിവന്റെ ഭൂഷണഭൂതങ്ങളായ സർപ്പങ്ങളിൽ ഭയാനക രസത്തോടു കൂടിയതും ചെന്താമര പുഷ്പത്തിൻ്റെ കാന്തിയോടുകൂടിയും ഇരിക്കുന്നതിനാൽ അരുണവർണ്ണ നിമിത്തം വീരരസത്തോടു കൂടിയതും ദീനനായ എന്നിൽ കരുണരസത്തോടു കൂടിയതും ആയിരിക്കുന്നു ഭഗവതി അങ്ങ്. നമ്മൾ നാട്യങ്ങളൊക്കെ ലാസ്യങ്ങൾ നടത്തുമ്പം 9 രസങ്ങളുണ്ടല്ലോ അല്ലേ, അതാണ് ഇവിടെ ഓരോ രസങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ശ്ലോകത്തിൽ പരസ്പര വിരുദ്ധങ്ങളായ രസങ്ങളുടെ ഒരുമിച്ചുള്ള സമാവേശം കണ്ണിൽ ഒരേടത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിരോധാലങ്കാരം, അതെല്ലാം അലങ്കാരമാണല്ലോ, അത് വിരോധാലങ്കാരം എന്നും പറയപ്പെടുന്നു. അതായത് ഭഗവതിയുടെ കരുണാർദ്രമായ നോട്ടം, അതായത് സ്നേഹിക്കപ്പെടുന്നവരിലും ഭക്തന്മാരിലും കരുണയോടുകൂടിയുള്ളതാണ് എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കായേന വാച മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.